ദ വേൾഡ് ഓഫ് HTML. നമ്മൾ HTML ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. HTML എന്ന ടെക്നോളജി വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം. അതിനകത്ത് കുറേ ടാഗുകളുണ്ട്. ഓരോ ടാഗും ഓരോ കമാൻഡാണ്. ആ കമാൻഡിനനുസരിച്ചാണ്, ആ ടാഗിനനുസരിച്ചാണ് ബ്രൗസർ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് HTML പേജിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം വി ഹാവ് HTML എന്ന ടാഗിനകത്താണ് എല്ലാ സംഭവവും പ്ലേസ് ചെയ്യുക. /HTML അല്ലേ, ഇതിനകത്താണ് എല്ലാം പ്ലേസ് ചെയ്യുക. ഇതിനകത്ത് 2 സെക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫസ്റ്റ് സെക്ഷൻ വി കോൾ ദാറ്റ് ഈസ് ഹെഡ് സെക്ഷൻ. ഹെഡ് സെക്ഷനകത്താണ് നമ്മൾ ടൈറ്റിൽ പോലെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്ലേസ് ചെയ്യുക. ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് സെക്ഷൻ ഈസ് ബോഡി സെക്ഷൻ അല്ലേ. ബോഡി സെക്ഷനിൽ പ്രധാനപ്പെട്ട പേജിനകത്തുള്ള എല്ലാ കോണ്ടൻറ്റും നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് ബോഡി സെക്ഷൻ ക്ലോസ് ചെയ്യും. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML പേജ്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് നോക്കാം. HTML-നകത്തുള്ള പ്രധാനപ്പെട്ട ടാഗുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വിൽ ഡിസ്കസ് ദ എസെൻഷ്യൽ ടാഗ്സ്. പ്രധാനപ്പെട്ട ടാഗുകൾ, HTML-നകത്തുള്ള പ്രധാനപ്പെട്ട ടാഗുകൾ ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. എസെൻഷ്യൽ HTML ടാഗ്സ്. നമുക്കറിയാം ഓരോ ടാഗും ഓരോ കമാൻഡാണ്. ആ കമാൻഡിനനുസരിച്ചാണ് ബ്രൗസർ എന്ത് ചെയ്യുക, പിന്നെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML ടാഗാണ്. HTML ടാഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ടാഗ് ഏതാണ്? HTML എന്ന ടാഗാണ് അല്ലേ. ഇതിനകത്ത് നമുക്ക് 2 സെക്ഷൻ ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ഹെഡ് സെക്ഷൻ. ദെൻ അതിനകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിലിനകത്ത് മൈ പേജ് എന്നോ എന്ത് ഇഷ്ടമുള്ള നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. പിന്നെ ഹെഡ് സെക്ഷന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് ബോഡി സെക്ഷൻ അല്ലേ. ബോഡി സെക്ഷനകത്താണ് നമ്മൾ ഈ പേജിനകത്തുള്ള കോണ്ടൻ്റൊക്കെ കൊടുക്കുക. വെൽക്കം ടു HTML. ഓക്കെ, വെൽക്കം ടു HTML. ഓക്കെ, സോ ഈ പേജ് നമ്മൾ റൺ ചെയ്യുകയാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിന്നെ വെബ് പേജ് വരും. ബ്രൗസറിൽ ഓപ്പൺ ചെയ്യും. അതിൽ വെൽക്കം ടു HTML എന്നുള്ള കോണ്ടൻറ്റ് നമ്മൾ കൊടുത്തത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ടാഗിനെയും കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ടാഗ് HTML. നമുക്കറിയാം ഈ ടാഗാണ് HTML ടാഗ്. ഈ HTML ടാഗിനകത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലേസ് ചെയ്യുക. സോ ഇതൊരു HTML ടാഗിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മെയിൻ ടാഗ് ഓഫ് എൻ HTML പേജ് അല്ലേ. ആദ്യ പ്രധാനപ്പെട്ട ടാഗാണ്. അതിനകത്താണ് ബാക്കി എല്ലാ കോണ്ടൻറ്റും നമ്മൾ പ്ലേസ് ചെയ്യുക. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തെഴുതാം? HTML ടാഗ് HTML ഈസ് ദ മെയിൻ ടാഗ് ഓഫ് an HTML document. പിന്നെ എഴുതാം all other tags are placed inside HTML tags. Then അടുത്ത പോയിന്റ് എഴുതാം. എന്താ അടുത്ത പോയിന്റ്? This is a container tag. HTML is a container tag. ഇത്രയും നോട്ട്സ് ആയിട്ട് എഴുതാം. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാം. HTML ടാഗിൻ്റെ പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ട് ഉണ്ട്. വൺ ഈസ് കോൾഡ് dir എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. മറ്റൊരു ആട്രിബ്യൂട്ടാണ് ലാങ്. HTML പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് ഉള്ളത്. ഏതൊക്കെയാണ്? dir, ലാങ്. അപ്പോൾ നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം. എന്തെഴുതാം? ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് 2 ഉള്ളത്. വൺ ഈസ് dir.
സെക്കൻഡ് വൺ ഈസ് ലാങ്. രണ്ട് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഉള്ളത് എഴുതിക്കാം. ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ്. ഇത് ഓരോന്നും എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് വിൽ ഡിസ്കസ് ദ ഫസ്റ്റ് വൺ, DAR. എഴുതിക്കോ. ദ DAR attribute of HTML tag specifies the direction of text to be displayed on web page. അതെന്താണെന്ന് പറഞ്ഞുതരാം. നോട്ട്സ് എഴുതിക്കാം. The DAR attribute of HTML tag specify the direction of text to be displayed on a web page. വെബ് പേജിൽ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ് കോണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇപ്പോൾ അത് ചെയ്ത് കാണിക്കാം. ഇതും കൂടെ എഴുതിക്കുക, ഈ രണ്ട് പോയിൻറ്റും കൂടെ. ദിസ് ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ് വാല്യൂസ് ഐദർ LTR ഓർ RTL. രണ്ട് വാല്യൂ അതിനുള്ളത് ഏതൊക്കെയാണ്? LTR എന്നുള്ള വാല്യൂ, അതുപോലെ RTL. എന്താണെന്ന് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. DAR എന്നുള്ള ടാഗിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വാല്യൂസ് LTR ആൻഡ് RTL. നോക്കാം നമുക്ക് എന്താണ് ഈ പറഞ്ഞത്. ഈ ഡയറക്ഷൻ ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ഭാഷയ്ക്കനുസരിച്ചും നമ്മൾ എഴുതുന്ന രീതി പിന്നെ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ ആയിരിക്കും. ഇപ്പം മലയാളമൊക്കെ നമ്മൾ ഇവിടുന്ന് എഴുതുക അല്ലേ, നമ്മളിങ്ങനെ എഴുതും, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ് അല്ലേ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇവിടുന്ന് എഴുതും, ലെഫ്റ്റ് ടു റൈറ്റ് എഴുതും, ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലേ. പക്ഷേ ഇത് ഒരു ഇവിടുന്ന് എഴുതുന്ന റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് എഴുതുന്ന ലാംഗ്വേജസ് ഉണ്ട്. ഉദാഹരണമായിട്ട് അറബിക് പോലെയുള്ള ലാംഗ്വേജ്, അറബിക്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ പേര് എഴുതുകയാണെങ്കിൽ നൗഷാദ് റഹീം എന്ന് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതും അല്ലേ, നൗഷാദ് റഹീം. അറബിക്കിനകത്ത് എഴുതുകയാണെങ്കിൽ ഐ റൈറ്റ് ഫ്രം ഹിയർ നൗഷാദ് റഹീം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ്. ഇങ്ങനെയുള്ള ലാംഗ്വേജിനാണ് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ നമ്മളൊരു വെബ് പേജിനകത്ത് ഏത് ഭാഷയാണോ അതിനനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ഡീഫാൾട്ടായിട്ട് വെബ് പേജിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പക്ഷേ ചില അറബിക് പോലെയുള്ള ചില ലാംഗ്വേജിന് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഏത് ടാഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? HTML ടാഗാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്? HTML ടാഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടായ DIR എന്നുള്ള ഡയറക്ഷൻ നമുക്ക് രണ്ട് വാല്യൂ കൊടുക്കാം. LTR എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ്. അതാണ് ഇംഗ്ലീഷൊക്കെ ബൈ ഡീഫാൾട്ടായിട്ട് ലെഫ്റ്റ് ടു റൈറ്റാണ്. അപ്പോൾ DIR ലെഫ്റ്റ് ടു റൈറ്റ്. ഞാൻ ഇത് റൺ ചെയ്യാണ്, നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വെൽക്കം ടു HTML എന്ന് കണ്ടു അല്ലേ, വെൽക്കം ടു HTML എന്ന് കണ്ടു. ഇനി ഇതേ സംഭവം ഞാനിത് ഇങ്ങോട്ട് ചെറുതാക്കുകയാണ്, ഈ ക്യാമറയിൽ നിന്നും ജസ്റ്റ് ഒന്ന് അതിനെ നമ്മളെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇനി ഇതിന് പകരം ഞാനിവിടെ RTL എന്ന് കൊടുത്തു, RTL എന്ന് കൊടുത്തു. റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റിന് പകരം റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തു. ഇനി ഇതേ പേജ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടൻറ്റ് കണ്ടോ, ഇതാ ഈ ഭാഗത്ത് നിന്നു ശരിയല്ലേ. ഇപ്പോൾ പൊതുവിൽ പിന്നെ ഇംഗ്ലീഷിന് ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് അല്ല എഴുതുക. ഇത് പ്രത്യേകിച്ചും വെൽക്കം എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയത്, പക്ഷേ ഇംഗ്ലീഷിനല്ല നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അറബിക് പോലെയുള്ള ലാംഗ്വേജ്, ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ പിന്നെ വെൽക്കം ടു HTML എന്നുള്ളത് അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി എടുക്കുകയാണെങ്കിൽ, ലെറ്റ് us ട്രൈ വാട്ട് വിൽ ബി അതിൻ്റെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോവാം. വിൽ ഗോ ടു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ നിന്നും നമ്മൾ അറബിക്കിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ ഐ വിൽ സേ വെൽക്കം ടു HTML. സോ അതിൻ്റെ അറബിക്കാണ് ഈ കാണിക്കുന്ന റൈറ്റ് സൈഡിൽ. ലെറ്റ് us പ്ലേസ് ദീസ് ഇൻ അവർ കോഡ്. ഇത് നമ്മളെ കോഡിനകത്ത് വെക്കുന്നു, ഇവിടെ അറബിക്ക് കൊടുക്കുന്നു.
മർഹബൻ ബിക്കും ഫി HTML എന്ന് ഉള്ള ഒരു ഇത് വരുന്നു. ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്തു റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അല്ലേ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതിയത്, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. ഇത് കുറച്ചുകൂടി ഭംഗിയിൽ കാണുന്നതിൽ നമ്മൾ പേജിൻ്റെ ബി ജി കളർ നമ്മൾ ബ്ലാക്ക് കൊടുത്തു, ടെക്സ്റ്റ് കളറ് യെല്ലോ കൊടുത്തു. ഇനി നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദിസ് അല്ലേ. പേജ് മാറിപ്പോയി. ഓക്കെ ഫൈൻ. ഇത് കണ്ടോ, സോ ഇറ്റ് ഈസ് റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പോൾ ഈ അറബിക്കിൽ വേണമെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലെഫ്റ്റ് ടു ആർന്ന് കൊടുക്കാം, LTR എന്ന് കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതും. പക്ഷേ കറക്റ്റ് അറബിക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ RTL അറബിക് പോലെയുള്ള ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതി ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഡൺ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ദിസ് ഇസ് വൺ ഓഫ് ദ ടാഗ് ആട്രിബ്യൂട്ട്. HTML ടാഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് എന്ത്, DIR. HTML ടാഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് DIR. ഇനി നെക്സ്റ്റ് മറ്റൊരു ആട്രിബ്യൂട്ടാണ് എന്ത്, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിക്കോ. ഇങ്ങനെ എഴുതി വെച്ചു, HTML DIR is equal to RTL. ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. എക്സാമ്പിളായിട്ട് HTML DIR is equal to RTL എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഏതാണ്, DIR. DIRന് രണ്ട് വാല്യൂ ഉണ്ടാവും. ഏതാണ്, LTR ഉണ്ടാവാം, മറ്റൊന്ന് RTL എന്നുണ്ടാവും. ഇത് ഡീഫാൾട്ടാണ്, അതുകൊണ്ട് ഇത് കൊടുക്കണം നിർബന്ധമല്ല. ഇത് ഈ റൈറ്റ് ടു ലെഫ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ വാല്യൂ കൊടുക്കൽ നിർബന്ധം ആണ്. സോ ഈ എക്സാമ്പിൾ എഴുതാം. ഓക്കെ ആണല്ലോ. നൗ ഇനി ഇതിൻ്റെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ലാങ്. HTML ടാഗിൻ്റെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ലാങ്. നമ്മൾ ഏത് ടാഗ് ഡിസ്കസ് ചെയ്യുന്നത്, HTML ടാഗാണ് ഡിസ്കസ് ചെയ്യുന്നത്. HTML അതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ട്സാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് DIR, സെക്കൻഡ് വൺ ഈസ് ലാംഗ്വേജ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സാധാരണഗതിയിൽ വെബ് പേജിൻ്റെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം, HTML ലാങ് ഈസ് ഈക്വൽ ടു AR എന്ന് കൊടുത്താൽ അറബിക്കാവും. ലാങ് ഈസ് ഈക്വൽ ടു AR. കുറേ ലാംഗ്വേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. EN കൊടുത്താൽ ഇംഗ്ലീഷ്, കൊടുത്തില്ലെങ്കിലും ഡീഫാൾട്ട് ഇംഗ്ലീഷാണ് സാധാരണഗതിയിൽ എടുക്കുക. ദെൻ ഫ്രഞ്ചിനാണെങ്കിൽ FR എന്ന് കൊടുക്കാം, ജർമ്മൻ DE, IT ഫോർ ഇറ്റാലിയൻ, EL ഫോർ ഗ്രീക്ക്, ES ഫോർ സ്പാനിഷ്, AR ഫോർ അറബിക്, അതുപോലെ JA ഫോർ ജാപ്പനീസ്, HI ഫോർ ഹിന്ദി, RU ഫോർ റഷ്യൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വളരെ റെയറായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് ഓരോ ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് ലാംഗ്വേജ് കോഡ് ഏതാണ്. ഇതിന് നമ്മൾ ലാംഗ്വേജ് കോഡ് എന്ന് വിളിക്കും കേട്ടോ. ഈ കാണുന്നത് EN എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ കോഡാണ്, FR ഫ്രഞ്ചിൻ്റെ കോഡാണ്, DE ഫോർ ജർമ്മൻ കോഡാണ്, IT ഇറ്റാലിയൻ കോഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക നോക്കാം. ഏത് ലാംഗ്വേജാണ് നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കാൻ പോകുന്നത് അതിനെ സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലാങ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സായിട്ട് ഇങ്ങനെ എഴുതാം, ശ്രദ്ധിക്കുക. The lang attribute of HTML tag specifies the language we have generally used within the document. HTML ഡോക്യുമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അത് സ്പെസിഫൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലാങ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അറിയാം DIR ഡയറക്ഷൻ നമുക്ക് RTL എന്ന് കൊടുക്കാം. എന്നിട്ട് ലാംഗ്വേജ് അറബിക്കാണെങ്കിൽ ഈസ് ഈക്വൽ ടു AR എന്ന് കൊടുക്കാം, AR ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നോക്കൂ, കണ്ടോ അറബിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് വന്നു. ഇംഗ്ലീഷിനെ അറബിയിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ അറബി ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഓട്ടോമാറ്റിക് അറബിക്കാവും. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷ്. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് ഇത് ചെയ്യുന്നത്.
ബൈ ഡിഫാൾട്ട് അറബിക്കിലാണ്. നമ്മൾ AR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറബിക്കായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. അത് ഗൂഗിൾ ക്രോമിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു വിൻഡോ വരുന്നത്. ഓക്കെ, ഈ വിൻഡോൻ്റെ ആവശ്യമില്ല ശരിക്ക്. കണ്ടോ, അറബിക്ക് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അറബി പോലെയുള്ള ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ ഡയറക്ഷനും കൊടുക്കണം, ലാങ്ങും കൊടുക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ബൈ ഡിഫാൾട്ട് ഇംഗ്ലീഷ് ആയിരിക്കും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജാണ് സ്പെസിഫൈ ചെയ്യല്ലോ, ഒരു ആപ്ലിക്കേഷൻ ഏത് ലാംഗ്വേജാണ് സ്പെസിഫൈ ചെയ്യും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് സാധാരണ കൊടുക്കുക. അപ്പോൾ ബ്രൗസർ പൊതുവെ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ DAR എന്നോ ലാങ് എന്നോ കൊടുക്കണ്ട. പക്ഷേ അറബിക് പോലെയുള്ളൊരു ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ HTML ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് DAR ഡയറക്ഷൻ ഏതാണ് RTL വേണമെങ്കിൽ കൊടുക്കണം. അതുപോലെ ലാംഗ്വേജ് അറബിക് ആണെങ്കിൽ അറബിക്ക് പോലെയുള്ള AR കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ 2 ആട്രിബ്യൂട്ടാണ് ഏതിനുള്ളത്, HTML ടാഗിനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. HTML ടാഗിൻ്റെ 2 ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഏതായിരുന്നു അല്ലേ? ഫസ്റ്റ് വൺ ഈസ് DAR നമുക്ക് 2 വാല്യൂ ഉണ്ട്. LTR കൊടുക്കാം, മറ്റൊന്ന് RTL കൊടുക്കാം. ലാങ് നമുക്ക് ഇഷ്ടമുള്ള ലാങ്, ഹിന്ദി ആണെങ്കിൽ HI എന്ന് കൊടുക്കാം, HI അല്ലേ. പിന്നെ അറബിക്ക് ആണെങ്കിൽ AR, ജാപ്പനീസ് ആണെങ്കിൽ JA എന്ന് കൊടുക്കുക. അങ്ങനെ ഓരോ ലാംഗ്വേജിനും ഓരോ ലാംഗ്വേജ് കോഡ് ഉണ്ട്, അതാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതണമെങ്കിൽ ഈ ലൈൻ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. 2നും കൂടുള്ള എക്സാമ്പിളായി. HTMLൻ്റെ ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് DAR, RTL, ലാങ് AR, ലാങ് ഈസ് ഈക്വൽ ടു AR. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് HTML ടാഗ്. ഇനി നമ്മൾ അടുത്ത ടാഗ്, വെബ് പേജിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ടാഗാണ് എന്ത്, HTML കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ടാഗാണ് ഹെഡ് എന്നുള്ള ടാഗ്. ഹെഡ് ടാഗിനകത്ത് നമ്മൾ ടൈറ്റിൽ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് എഴുതാം. നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി, ഞാൻ പറയാം. എഴുതിക്കോ. ഹെഡ് ടാഗ് is used to provide title, comma scripts, comma styles in an HTML page, പേജ്. നമ്മൾ പൊതുവെ ഹെഡ് യൂസ് ചെയ്യുന്നത് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ, സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ, സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാൻ. നമ്മുടെ ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സ്റ്റൈൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റെന്തൊന്നും കൊടുത്തില്ല. സ്ക്രിപ്റ്റിനെ കുറിച്ച്, സ്ക്രിപ്റ്റ് പറഞ്ഞാൽ പ്രോഗ്രാമുകളാണ്, സ്റ്റൈൽ പറഞ്ഞാൽ ഒരു പേജിൻ്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം, അതൊക്കെ ഇവിടെ കൊടുക്കാം. അത് നമ്മൾ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, സോ ഹെഡിനകത്ത് എന്തൊക്കെ കൊടുക്കാം, നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, അതുപോലെ സ്ക്രിപ്റ്റ് കൊടുക്കാം അല്ലേ. ടൈറ്റിൽ കൊടുക്കാം, നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാം, അതുപോലെ സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാം. മറ്റൊരു ലൈൻ ഇങ്ങനെ എഴുതാം, ഹെഡ് ഈസ് എ കണ്ടെയ്നർ ടാഗാണ്. കാരണം അതിനെന്തുണ്ട്, ഒരു സ്റ്റാർട്ടിങ്, ഒരു ഓപ്പണിംഗ് ടാഗുണ്ട്, ക്ലോസിങ് ടാഗുണ്ട്. സോ ഹെഡ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. ഹെഡ് ഒരു സ്റ്റാർട്ടിങ് ടാഗുണ്ട്, ഒരു ക്ലോസിങ് ടാഗുണ്ട്. സോ ദിസ് ഇസ് എ കണ്ടെയ്നർ ടാഗ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ടാഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടാഗ് ഏതാണ്? നെക്സ്റ്റ് ടാഗ് ടൈറ്റിൽ ടാഗ്. നമുക്കറിയാം ടൈറ്റിൽ എന്താണെന്ന് അല്ലേ. ടൈറ്റിൽ ടാഗ് എഴുതാം. Title tag is used, you can write title tag is used to provide a title to the web page. A title to the web page. Okay. The title will be displayed.
a title will be displayed on the title bar of the browser ഒരു വെബ് പേജിന് ടൈറ്റിൽ കൊടുക്കാനാണ് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യണത്. ഒരു ലൈനും കൂടെ എഴുതാം, ദിസ് ഇസ് എ കണ്ടെയ്നർ ടാഗ്. ഇത് പിന്നെ ഇനി എല്ലാറ്റിലും അങ്ങനെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ക്ലോസിംഗ് ടാഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ടാഗ് ഉണ്ടെങ്കിൽ അതിന് കണ്ടെയ്നർ ടാഗാന്ന് അഡീഷണൽ എഴുതി വെക്കുക. എല്ലാ എക്സാമിനും ഇങ്ങനെ ടാഗിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുമ്പോൾ കണ്ടെയ്നർ ടാഗാണോ എം ടി ടാഗാണോ എന്ന് എഴുതി വെക്കുന്നത് നന്നാണ്, അതൊരു പോയിൻ്റ് ആയിരിക്കും കേട്ടോ. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് a container tag. This is a container tag. Now what else? അപ്പോൾ നമുക്ക് ടൈറ്റിൽ ടാഗ് നമുക്കറിയാം, ഇത് ഇവിടെ കൊടുക്കുന്നതാണ് ടൈറ്റിൽ ടാഗ്. ഇപ്പോൾ മൈ പേജ് എന്ന് കൊടുത്തല്ലോ. സോ ദിസ് ഇസ് അവർ ടൈറ്റിൽ ടാഗ്, ദിസ് ഇസ് എ കണ്ടെയ്നർ ടാഗ്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കോണ്ടൻ്റ് ഉണ്ട്. ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വെബ് പേജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഒരു വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാർ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ടൈറ്റിൽ കൊടുക്കുന്ന ഡേറ്റ ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുക. ദിസ് ഈസ് ദ ടൈറ്റിൽ ബാർ ഓഫ് ദ വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ സോ ദാറ്റ് ഇസ് ഡൺ അല്ലേ, അത് കംപ്ലീറ്റ് ആയി. നൗ ഇനി എന്താണ് നെക്സ്റ്റ്? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗാണ്, HTML ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടാഗാണ് ബോഡി ടാഗ് അല്ലേ. ഇത് കണ്ടോ, ബോഡി ടാഗ് HTML വളരെ പ്രധാനപ്പെട്ട ടാഗാണ് ബോഡി ടാഗ്. ബോഡി ടാഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, എല്ലാ HTML എല്ലാ കണ്ടൻറ്റും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള എല്ലാ കണ്ടൻറ്റും പ്ലേസ് ചെയ്യുന്നത് ബോഡി ടാഗിനകത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതും ബോഡി ടാഗിനെ കുറിച്ച്? യു ക്യാൻ റൈറ്റ് body tag is used അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. ബോഡി ടാഗ് ഇങ്ങനെ എഴുതാം, മറ്റു രീതിയിൽ എഴുതാം. all the content to display in a web page is placed inside body tag. ഒരു വെബ് പേജിനകത്തുള്ള എല്ലാ മാറ്ററും നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക? ബോഡി ടാഗിനകത്താണ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു പോയിന്റ് എഴുതാം, this is a container tag. This is a container tag. ഇനി എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എക്സാമ്പിൾ ഇതാ ഇങ്ങനെ എഴുതാം, ഇത്ര എഴുതാം, ഇത്ര. ഇനി ഇത്രയും വേണ്ടെങ്കിൽ ഇത്ര എഴുതി വെച്ചാൽ മതി, ഇത്ര എഴുതിയാൽ മതി. ഇതങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെയുള്ള നമ്മുടെ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ഇത്ര എഴുതി വെക്കാം, വെൽക്കം ടു HTML. ഓക്കെ, സോ ഇത്രയും പാർട്ട് എഴുതി വെച്ചാൽ മതി എക്സാമ്പിളായിട്ട്, ബോഡി ടാഗിന് എക്സാമ്പിൾ. ഓക്കെ, ബോഡി ടാഗിന് എക്സാമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോഡി ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്. ബോഡി ടാഗിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമുക്കൊന്ന് ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? main attributes of body tag. ബോഡി ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? സോ വി ക്യാൻ ആൻസർ. ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്. മറ്റൊന്നാണ് BG കളർ. ഏതാണ്? BG കളർ. COLR ആണ്, COLR, UR ഇല്ല, BG കളർ. മറ്റൊരു ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ്. ദെൻ വി ഹാവ് ലിങ്ക്
എ ലിങ്ക്, വി ലിങ്ക്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറയാം. പിന്നെ ആണ് ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതെല്ലാം HTML-ൻ്റെ അല്ല, ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഓരോന്നൊന്ന് നോക്കാം. ഓക്കെ, സോ ഐ വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ബോഡി ടാഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ്, ഫസ്റ്റ് ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ബാക്ക്ഗ്രൗണ്ട് ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് കൊടുക്കാൻ. നമ്മൾ നേരത്തെ IMG ടാഗ് പറഞ്ഞിരുന്നു, ഒരു വെബ് പേജിനകത്ത് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ. പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ട് അല്ല. ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വരണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. ഈ ടാഗ് യൂസ് ചെയ്യണം. സോ ദിസ് ആട്രിബ്യൂട്ട് sets an image as background of for the document. ഇത് എഴുതി വെക്കാം. ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വെക്കാനാണ് ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ വെബ് പേജ് റൺ ചെയ്യുകയാണെങ്കിൽ, F5 റൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ. ഇതിൻ്റെ അറബിക്കൊക്കെ നമ്മൾ ഒഴിവാക്കാം. നമ്മൾ ഇംഗ്ലീഷിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊന്നും വേണ്ട. ഓക്കെ, നമ്മളിത് റൺ ചെയ്തു. കണ്ടോ, ഇങ്ങനെ വെബ് പേജ് വന്നു. ഇനി ഈ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇമേജ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാറ്? ബോഡി ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഏത് ഇമേജാണോ വേണ്ടത് അത് കൊടുക്കാം. ഉദാഹരണമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഒരു ഇമേജ് എടുക്കാം. സിസ്റ്റത്തിനകത്തുനിന്ന് ഒരു ഇമേജ് എടുക്കാം. നമ്മുടെ ഇവിടെ വെബ് എന്ന ഡയറക്ടറിക്കകത്ത് നമുക്കൊരു ഇമേജ് ഉണ്ട് കേട്ടോ, ബാക്ക് വാട്ടേഴ്സ്. അപ്പോൾ ഈ ഇമേജ് നമുക്ക് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മറ്റേതെങ്കിലും ഒരു ഇമേജ്, ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കോക്കനട്ട് ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജായിട്ട് കൊടുക്കണം. തൽക്കാലം ഞാൻ ഇതിനെ ഇവിടുന്ന് പുറത്തെടുത്തിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. കോക്കനട്ട് ലോഗോ എന്നുള്ള ഈ ഇമേജ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇമേജിൻ്റെ കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ആ പേര് ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക, അതിനകത്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ കൊടുക്കുക. ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു കോക്കനട്ട് ലോഗോ .jpg. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരും? ഈ ഇമേജ് വരും. അത് കുറേ എണ്ണം വരാൻ കാര്യം ഈ ഇമേജ് ചെറിയ ഇമേജാണ്. അപ്പോൾ അതുകൊണ്ട് ടൈൽഡായിട്ട് അതിൽ പ്ലേസ് ചെയ്യും, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വന്നു കഴിഞ്ഞു? ഈ ഇമേജ് വന്നു കഴിഞ്ഞു. ഓക്കെ, വന്നു കഴിഞ്ഞു. അപ്പോൾ ഏത് ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വരാനാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എക്സാമ്പിൾ ഇത് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇത് എഴുതാം. എക്സാമ്പിൾ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു കോക്കനട്ട് ലോഗോ .jpg എന്ന ഈ എക്സാമ്പിൾ എഴുതി വെക്കാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ. നൗ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ബോഡി ടാഗിൻ്റെ അടുത്ത ആട്രിബ്യൂട്ടാണ് BG കളർ. ഏതാണ്? BG കളർ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ വാട്ട്? ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ എ കളർ ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡോക്യുമെൻറ്റ് ബോഡി. ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഇമേജിന് പകരം ഒരു കളറാണ് കൊടുക്കേണ്ടെങ്കിൽ നമ്മൾ ഏത് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്? BG കളർ. നേരത്തെ ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജാണ് വരിക. നേരെ മറിച്ച് നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഒന്നുമല്ല, ഒരു കളറാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുക? ഇതിന് പകരം വിൽ സേ BG കളർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. BG കളർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. BG കളർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ വേണം നിർബന്ധമില്ല, ടൈപ്പ് ചെയ്യാം. പക്ഷേ എളുപ്പത്തിന് BG കളർ ഈസ് ഈക്വൽ ടു നമുക്ക് ഏത് കളറാണോ വേണ്ടത്? ബ്ലൂ ആണ് വേണമെങ്കിൽ BG കളർ ഈസ് ഈക്വൽ ബ്ലൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ വരും? ബ്ലൂ കളർ വരും. ഇനി അതല്ല നമുക്ക് ബ്ലാക്ക് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? BLACK ബ്ലാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ വരും. ശരിയല്ലേ? ഇനി അപ്പോൾ ഈ എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ.
ബി ജി കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക് എന്ന് കൊടുക്കാം. എക്സാമ്പിൾ ബി ജി കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ആണെങ്കിൽ ബി ജി കളർ അല്ല വേണ്ടത്, മറിച്ച് ചെയ്ത് ടാഗ് യൂസ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആട്രിബ്യൂട്ട് ഏതാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയണ്ടേ. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം കേട്ടോ. ഇത് എഴുതിക്കോ, ദ വാല്യൂ ഓഫ് ബി ജി കളർ ആട്രിബ്യൂട്ട് ക്യാൻ ബി ഗിവൺ ഇൻ 2 ways. രണ്ട് രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഫസ്റ്റ് കളർ നെയിം കൊടുക്കാം. ഫസ്റ്റ് വൺ ഈസ് കളർ നെയിം. സെക്കൻഡ് മെത്തേഡ് ഹെക്സ് നമ്പർ, കളറുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഓരോ കളറിനും ഓരോ നമ്പർ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എല്ലാം നമ്പറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ കളറുകൾ HTML-നകത്ത് കളറുകൾ കളറിൻ്റെ പേരായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കളറിൻ്റെ നമ്പറായിട്ട് കൊടുക്കാം. ഉദാഹരണമായിട്ട് ഈ ടേബിൾ നോക്ക്, ഇവിടെ നോക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ബ്ലാക്കിനെ റെപ്രസെൻറ്റിന് #00060. റെഡ് കളറ് റെഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ #FF000 കൊടുക്കുക. ഗ്രീൻ അതേപോലെ ഇങ്ങനെ കൊടുക്കാം. ഉണ്ടോ, ഓരോ കളറിനും ഒരു കളർ കോഡ് ഉണ്ട്. കളറിൻ്റെ പേര് നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ കോഡ് കൊടുക്കാം. അതാണ് HTML-ൻ്റെ ഒരു പ്രത്യേകത. വൈറ്റ് ആണെങ്കിൽ ഫുൾ FFFF. അപ്പോൾ ഇത് ഞാൻ ഇതിനെ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. അത് RGB ഫോർമാറ്റിലാണ്. ഓക്കെ, RGB ഫോർമാറ്റിലാണ് ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബി ജി കളർ ഈക്വൽ ടു ഞാൻ ബ്ലാക്ക് എന്ന് കൊടുത്തല്ലോ, അപ്പോൾ എന്ത് വരുന്നു? ബ്ലാക്ക് കളർ വരുന്നു അല്ലേ. നേരെ മറിച്ച് ഞാനിവിടെ ബ്ലാക്കിൻ്റെ ഹെക്സ് കളർ നമ്പർ എന്ന് പറഞ്ഞാൽ 6 zeros ആണ്. എത്ര 0, 2, 4, 5. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? FI എന്ന് കൊടുത്താൽ ബ്ലാക്ക് കളർ കിട്ടും. ഇനി എനിക്കിതിന് റെഡ് കളറാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? 0FF000. ഇത് കൊടുത്താൽ ഇതിന് ഓട്ടോമാറ്റിക് എന്താവും? റെഡ് കളറാവും. ഇനി ഗ്രീൻ കളർ വേണമെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഗ്രീൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക് ഗ്രീൻ കളറാവും. ഗ്രീൻ കളറ്. ഇനി കളറിന് പകരം ഗ്രീൻ കളറിൻ്റെ കോഡ് എന്താണ് നോക്ക്, 00 എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെ, പിന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇതാ 0 ഇവിടെ, ഈ വാല്യൂ ഹെക്സ് 00FF00. അപ്പോൾ അത് കൊടുത്താലും നമുക്ക് എന്തെന്നെ കിട്ടും? ഗ്രീൻ കളറിനെ കിട്ടും. #00FF00. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇതേ സംഭവം തന്നെ കിട്ടും, ഗ്രീൻ കളർ കിട്ടും. ഓക്കെ. സോ കളർ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാമെന്ന് മനസ്സിലായി. എന്താണ്? RGB ഫോർമാറ്റിൽ കൊടുക്കാം, എക്സ് കളർ കൊടുക്കാം. അതല്ല നമുക്ക് വേറെ എന്ത് കൊടുക്കാം? നമുക്ക് പിന്നെ കളർ നെയിം കൊടുക്കാം, ഡയറക്റ്റ് കളറിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹെക്സാഡെസിമൽ നമ്പർ കൊടുക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അടുത്തതായിട്ട്? ടെക്സ്റ്റിൻ്റെ കളർ ഇതേപോലെ നമുക്ക് കൊടുക്കാം. ഇവിടെ പറഞ്ഞല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ബ്ലാക്ക് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ബ്ലാക്ക്. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ എങ്ങനെ കൊടുക്കാം? ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുക്കാം. അല്ലേ. ടെക്സ്റ്റ് അല്ല, അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ, യെല്ലോ. ഇനി യെല്ലോ കളറിന് പകരം എന്ത് ചെയ്യാം? വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ കോഡ് കൊടുക്കാം. യെല്ലോൻ്റെ കോഡ് എത്രയായിരുന്നു? FFFF000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ യെല്ലോക്ക് പകരം എന്ത് കൊടുക്കാം? #FFFF00. അങ്ങനെ കൊടുത്താലും എന്തിനു വരും? യെല്ലോ കളറിന് വരും. സോ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യെല്ലോ എന്ന് പറയും. ഇനി ഈ രണ്ട് സംഭവത്തിൻ്റെ എക്സാമ്പിളായിട്ട് ഇത് എഴുതി വെക്കുക. ബോഡി BG കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക്, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു യെല്ലോ. BG കളർ ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൻ്റെ കളർ, ഫോർഗ്രൗണ്ട് കളർ എന്ന് വേണമെങ്കിൽ പറയാം. ടെക്സ്റ്റ് കളർ അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ. ഓക്കെ, നൗ അതൊക്കെയാണല്ലോ. ഇനി മറ്റൊരു ആട്രിബ്യൂട്ടാണ് എന്ത്? ലിങ്ക്. അപ്പോൾ ടെക്സ്റ്റിനെ കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ. ദിസ് ആട്രിബ്യൂട്ട് വേണമെങ്കിൽ ഇത്ര എഴുതാട്ടോ, നോട്ട് എഴുതാം. ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ കളർ ഓഫ് ദ ടെക്സ്റ്റ് കണ്ടൻറ്റ് ഇൻ ദ പേജിൻ്റെ ടെക്സ്റ്റ് കണ്ടൻറ്റാണ് ഇനിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ. നൗ മറ്റൊരു പ്രധാനപ്പെട്ട 3 ആട്രിബ്യൂട്ട്സാണ് ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. ഇതെന്താന്ന്
അറിയാം, നമുക്ക് HTML പേജിനകത്ത് ഹൈപ്പർ ലിങ്കുകൾ ഉണ്ടാകും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അല്ലേ. ആ ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം എന്നുള്ളതാണ്. ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം, ആ കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. വെബ് പേജിനകത്തുള്ള ലിങ്കിൻ്റെ കളറുകൾ എന്താണെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. 3 ടൈപ്പ് ലിങ്കുകളുണ്ട്. അതായത് യൂസർ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിനെ നമ്മൾ ലിങ്ക് എന്ന് വിളിക്കുന്നു, അൺവിസിറ്റഡ് ലിങ്ക്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിനെ ആക്റ്റീവ് ലിങ്ക് അഥവാ എ ലിങ്ക് എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത ലിങ്കിനെ വി ലിങ്ക് അഥവാ വിസിറ്റഡ് ലിങ്ക് എന്ന് വിളിക്കുന്നു. ഇതുവരെ വിസിറ്റ് ചെയ്യാത്തതിന് സിംപ്ലി ലിങ്ക് എന്ന് വിളിക്കുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിനെ ആക്റ്റീവ് ലിങ്ക് എന്ന് വിളിക്കുന്നു. ഓൾറെഡി വിസിറ്റ് ചെയ്ത ലിങ്കിനെ വി ലിങ്ക്. വിസിറ്റ് ചെയ്ത് പറഞ്ഞാൽ ആ ലിങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എ ലിങ്ക്, ബി ലിങ്ക്, എൻഡ് ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ കളറും നമുക്ക് പിന്നെ ബോഡി ടാഗിനകത്ത് സെറ്റ് ചെയ്യാം. ഈ ലിങ്കിൻ്റെ ഓരോ ലിങ്കിൻ്റെയും കളർ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നോട്ട്സ് എഴുതിക്കോ. ലിങ്ക് എന്ന് പറഞ്ഞാൽ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ്. വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളറ് സ്പെസിഫൈ ചെയ്യാനാണ് ലിങ്ക് എന്ന് ഉപയോഗിക്കുന്നത്. ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ്, നമ്മൾ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്ത ലിങ്ക്, വിസിറ്റ് ചെയ്യാത്ത ലിങ്ക്. എ ലിങ്ക് എഴുതിക്കോ. ഇറ്റ് സ്പെസിഫൈ ദ കളർ ഓഫ് ദ ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക്. ആക്റ്റീവ് ഹൈപ്പർ ലിങ്കിൻ്റെ കളറാണ് എ ലിങ്കിൽ കൊടുക്കേണ്ടത്. അതായത് നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിൻ്റെ കളർ എന്തായിട്ട് മാറണം, ആ കളറ് എ ലിങ്കിൽ കൊടുത്തിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. വി ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈ ദ കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക് വിച്ച് ഈസ് ഓൾറെഡി വിസിറ്റഡ് ബൈ ദ വ്യൂവർ. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്ക് വിസിറ്റ് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം, ആ കളറാണ് നമ്മൾ എവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്, വി ലിങ്കിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ഈ നോട്ട്സ് ഇങ്ങനെ എഴുതിയെടുക്കുക. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം. എ ലിങ്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലിങ്ക്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം. വിസിറ്റ് വി ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ആ പേജ് നമ്മൾ വിസിറ്റ് ചെയ്താൽ പിന്നെ ആ ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം. ഈ 3 നമുക്ക് പേജിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് പ്രാക്ടിക്കലിലൂടെ നോക്കാം. സി, ഞാനിവിടെ വെൽക്കം ടു GHS എന്ന് കൊടുത്തു. ഞാനിവിടെ ഒരു ബ്രേക്ക് കൊടുത്തു, BR. ഓക്കെ, ബ്രേക്ക് കൊടുത്തു. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജ് ഇങ്ങനെ ഇരിക്കും. ഇനി അതിനകത്ത് 3 ലിങ്കുകൾ കൊടുക്കുകയാണ്. വെബ് പേജിനകത്ത് 3 ലിങ്കുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ലിങ്ക് കൊടുക്കാനുള്ള ടാഗ് എ ടാഗാണ്. ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. AHREF http://www.google.com ഇങ്ങനൊരു വെബ് പേജ് കൊടുത്തു, ഒരു ലിങ്ക് കൊടുത്തു, ഗൂഗിൾ. അതുപോലെ ഞാൻ മറ്റൊരു ലിങ്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ബ്രേക്കും കൂടെ കൊടുത്തു അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. അൽസെ ഇവിടെ എന്തോ ഒന്ന് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്യേണ്ടത് സിംഗിൾ കോട്ടിന്. ഓക്കെ, വീണ്ടും പുതിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ google.com പകരം yahoo.com യൂസ് ചെയ്യുന്നു. yahoo.com കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ യാഹൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ ലിങ്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു BR കൂടെ കൊടുക്കുന്നു, BR. വീണ്ടും നമ്മളൊരു ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ thehindu.com ഇവിടെ ഞാൻ ഹിന്ദു എന്ന് കൊടുക്കുന്നു, ഇത്രയും കൊടുക്കുന്നു. നമ്മൾ ഈ പേജ് റൺ ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരിക്കും കണ്ടോ, ഇവിടെ 3 ലിങ്കുകൾ ഉണ്ടായി അല്ലേ. ലിങ്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ ലിങ്കിനൊക്കെ ഓരോ കളർ ചേഞ്ച് ഉണ്ട് അല്ലേ, കാരണം ഈ പേജിലൊക്കെ ചിലതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പേജ് മൊത്തം ഇതിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യുകയാണ്, എന്നാലേ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്ത വെബ്സൈറ്റുകളാണ് യാഹൂവും ഹിന്ദുവും ഒക്കെ. അതുകൊണ്ട് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളത് ക്ലിയർ ചെയ്ത്, ബ്രൗസറിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്രഷായിട്ട് നമ്മുടെ പേജ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു. ഞാൻ വീണ്ടും നമ്മുടെ പേജ് റൺ ചെയ്യുന്നു. ഇപ്പോൾ എന്താണെന്ന് നോക്കിയ അവസ്ഥ. ഇപ്പോൾ എല്ലാം ഒരു ബ്ലൂ കളർ, ഒരേ കളറാണ് അല്ലേ. ഇനി ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എവിടെ കൊടുക്കാമെന്നറിയാം. ബോഡിക്കകത്ത് നമുക്ക് എ ലിങ്ക്, വി ലിങ്ക്, എച്ച് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ കൊടുക്കണം. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, എച്ച് ലിങ്ക് ഇല്ല കേട്ടോ, വി ലിങ്ക്, ഈ 3 കാര്യങ്ങൾ. അതാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇവരെ ഇവിടെ നിന്ന് ഇവരെ കളഞ്ഞാലോ.
ഈ BG കളറും ടെക്സ്റ്റൊക്കെ നമ്മളങ്ങ് കളഞ്ഞാലോ നമുക്ക് കുറച്ചുകൂടി കാണാനൊരു സൗകര്യം ഉണ്ടാവും. അതൊക്കെ നിലനിർത്താം, എന്നാലും എളുപ്പത്തിന് വേണ്ടി ഞാൻ കളയുന്നു. ഞാൻ വീണ്ടും റൺ ചെയ്ത് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ വെബ് പേജ്. ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഞാൻ മാറ്റി. ഡിഫാൾട്ട് വൈറ്റ് കളറാണ്, ഫോർഗ്രൗണ്ട് കളർ ഡിഫാൾട്ട് ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ ബോഡി ടാഗിനകത്ത് ലിങ്ക് എ ലിങ്ക് വി ലിങ്കിൻ്റെ കളർ സെറ്റ് ചെയ്യാം. ലിങ്ക് ഈസ് ഈക്വൽ ടു ഡിഫാൾട്ട് ലിങ്കിൻ്റെ കളറ് ഐ വിൽ മേക്ക് ഇറ്റ് റെഡ് ആയിക്കോട്ടെ. നമ്മുടെ ഡിഫാൾട്ട് ലിങ്കിൻ്റെ കളറ്, വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളറ് റെഡ്. ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിൻ്റെ കളറ് ലിങ്ക് ഈസ് ഈക്വൽ ടു ലെറ്റ് us മേക്ക് ഇറ്റ് ഗ്രീൻ. ഇനി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൻ്റെ കളർ എന്താണ്? വി ലിങ്ക്. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം? ബ്ലാക്ക് ആക്കുകയെന്ന് വിചാരിക്കുക. ബ്ലാക്ക്. എത്രയും കൊടുത്തു. വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളർ നമ്മൾ റെഡായിട്ട് സെറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്ത ലിങ്കിൻ്റെ കളർ നമ്മൾ ഗ്രീനായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിങ്കിൻ്റെ കളർ ആക്റ്റീവ് ലിങ്ക് ഗ്രീൻ ആക്കി മാറ്റും. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിങ്കിൻ്റെ കളർ എന്താവും? ബ്ലാക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ബ്രൗസറിനോട് പറയുന്നത്. അപ്പോൾ നോക്കിയോ, ഇതൊക്കെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകളാണ്. അതുകൊണ്ട് എല്ലാം എന്ത് കളറിൽ? റെഡ് കളറിൽ വന്നിരിക്കുകയാണ്. ലിങ്ക്, വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് റെഡ് കളറിൽ വന്നു. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കളറിലേക്ക് മാറണം? എ ലിങ്ക്, ആക്റ്റീവ് ലിങ്ക് ഗ്രീനിലേക്ക് പോകണം. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്ത് കണ്ട ആ നിമിഷം അതൊരു ഗ്രീൻ കളറിലേക്ക് വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ പേജ് വിസിറ്റ് ചെയ്തു, ഗൂഗിൾ വിസിറ്റ് ചെയ്തു. ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ലിങ്കിൻ്റെ കളർ എന്തായി? ബ്ലാക്ക് കളറായി. കണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്നത് വി ലിങ്കിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. ഇനി അടുത്ത ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് കളർ എന്തായിട്ട് മാറും? ഗ്രീൻ ആവും. ആക്റ്റീവ് ലിങ്കിൻ്റെ കളർ എന്താ കൊടുത്തത്? എ ലിങ്ക് ഗ്രീൻ. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ അത് ജസ്റ്റ് ഒരു ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. നമ്മൾ ഈ വെബ് പേജ് വിസിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആ ലിങ്കിൻ്റെ കളർ എന്തായി? വിസിറ്റ് ചെയ്തത് കൊണ്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ ഹിന്ദു ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അതേ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. ഹിന്ദു എന്നുള്ള പേജിലേക്ക് ക്ലിക്ക് ചെയ്തു അല്ലേ? തിരിച്ച് വരുമ്പോൾ നമുക്കെന്ത് ചെയ്തു? വിസിറ്റ് ചെയ്തത് കൊണ്ട് അത് ബ്ലാക്ക് കളറായി. സോ ഇതാണ് നമ്മുടെ എ ലിങ്ക്, വി ലിങ്ക്, ലിങ്ക്. ഇത് മൂന്നും ലിങ്കിൻ്റെ കളർ സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് അൺവിസിറ്റഡ്, വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളർ എവിടെ കൊടുക്കണം? വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളർ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. എവിടെ? ലിങ്ക് എന്നുള്ള നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കണം, ലിങ്കിനകത്ത് കൊടുത്തിരിക്കണം അല്ലേ? ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എന്തായി മാറണം? ആ കളർ എവിടെ കൊടുക്കണം? എ ലിങ്കിൽ കൊടുക്കണം. വിസിറ്റ് ചെയ്താൽ ലിങ്കിൻ്റെ കളർ എന്തായിട്ട് മാറണം? ആ കളർ നമ്മൾ വി ലിങ്കിനകത്ത്, വിസിറ്റഡ് ലിങ്കിനകത്ത് കൊടുക്കണം. സോ ദാറ്റ് ഇസ് ഡൺ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വെബ് പേജിന് 2 മാർജിൻ സെറ്റ് ചെയ്യാം. വെബ് പേജിനകത്ത് 2 മാർജിനേ ഉള്ളൂ, ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും. ബോട്ടം മാർജിനും റൈറ്റ് മാർജിനും പൊതുവേ വെബ് പേജിനകത്ത് കൊടുക്കാറില്ല. സോ എങ്ങനെയാണ് നമുക്ക് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും സെറ്റ് ചെയ്യാം? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ് മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നോട്ട് എഴുതാം തൽക്കാലം. ഇങ്ങനെ എഴുതാം. ലെഫ്റ്റ് മാർജിൻ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദി ലെഫ്റ്റ് മാർജിൻ ഓഫ് എ വെബ് പേജ്. ലെഫ്റ്റ് മാർജിൻ ഓഫ് എ വെബ് പേജ്, മാർജിൻ ഓഫ് എ വെബ് പേജ്. റൈറ്റ് മാർജിൻ ഈസ്, റൈറ്റ് മാർജിൻ ഒറ്റ വേർഡാണ്. റൈറ്റ് മാർജിൻ ഈസ് യൂസ്ഡ് to set the right margin of the document. Right margin of the document. Right margin of the document. ഓക്കെ, ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുക? ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഈ ലിങ്കൊക്കെ കൊടുത്ത പോലെയല്ലേ, അതുപോലെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മാർജിനും കൊടുക്കാം. ഈ ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക് ഒക്കെ നിലനിർത്തിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഈ ടാഗ് കൊടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു 200 എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു 200 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വെബ് പേജ് നോക്കിക്കോ. കണ്ടോ, ഇവിടെ എത്രയും 200 പിക്സൽസ് ഇങ്ങോട്ട് മാറി അല്ലേ? ലെഫ്റ്റ് മാർജിൻ. അത് നമ്മളിപ്പോൾ ഒരു 100 കൊടുത്താൽ എങ്ങോട്ട് വരും നോക്ക്. 100 കൊടുത്താൽ നമ്മളെ വെബ് പേജ് കണ്ടോ ഇങ്ങോട്ട് വന്നു. അതുപോലെ നമുക്ക് ലെഫ്റ്റ് മാർജിനെ പോലെ തന്നെ ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാം. ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു നമ്മളൊരു 50 കൊടുത്തെന്ന് വിചാരിക്കുക. 50. അപ്പോൾ നോക്കിയോ, കണ്ടോ താഴോട്ട് വന്നു.
ഇനി നമ്മൾ വീണ്ടും ഇത് 50 എന്നുള്ളത് ഒരു 100 ആക്കി നോക്ക്. അപ്പോൾ നോക്കാം, കണ്ടോ വീണ്ടും താഴോട്ട്. സോ ഇത് ദിസ് ഈസ് ഫ്രം ഹിയർ ടു ഹിയർ, ദിസ് ഈസ് ലെഫ്റ്റ് മാർജിൻ, ദിസ് ഈസ് ടോപ്പ് മാർജിൻ. ഓക്കെ ആണല്ലോ. സോ വി ഹാവ് സെറ്റ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ എവിടെ എത്തി? നമ്മൾ ബോഡി ടാഗിൻ്റെ എല്ലാ ആട്രിബ്യൂട്ടും ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ബോഡി ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ എന്താ യൂസ് ചെയ്യുക? ഏത് ടാഗ് യൂസ് ചെയ്യുക? BG കളർ എന്നുള്ള ടാഗ് യൂസ് ചെയ്യും അല്ലേ. അത് കളറ് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. കളറിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ കളറിൻ്റെ എക്സ് കോഡ് കൊടുക്കാം അല്ലേ. ദെൻ ടെക്സ്റ്റിൻ്റെ കളർ കൊടുക്കാനാണ് ടെക്സ്റ്റ് എന്നുള്ള ടാഗ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ലിങ്കുകളുടെ കളർ സെറ്റ് ചെയ്യാനാണ് ലിങ്ക് എ അല്ലെങ്കിൽ വി ലിങ്ക് കൊടുക്കുന്നത്. ദെൻ മാർജിൻസ് സെറ്റ് ചെയ്യാണ് ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ എന്നിവ കൊടുക്കുന്നത്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് കളറ് പല ടൈപ്പ് കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളിവിടെ കുറച്ച് കളറുകൾ മാത്രമേ പരിചയമുള്ളൂ. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഇഷ്ടം പോലെ കളറുകൾ അവൈലബിൾ ആണ്. HTML കളർ കോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സെർച്ച് ചെയ്യേണ്ടത്? HTML കളർ കോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഗൂഗിളിൽ പോയിട്ട് HTML കളർ കോഡ്, HTML കളർ കോഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കളർ കോഡ്സ് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. കണ്ടോ, ഈ പല വെബ്സൈറ്റിൽ പല രീതിയിലാവും. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലൂവിൻ്റെ ഒരു സ്പെഷ്യൽ കളർ കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കളർ കിട്ടണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിങ്ങനെ ഇതാ വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ കാണും നമുക്കിഷ്ടമുള്ള കളറ്. പല സൈറ്റിലും പല രീതിയിലായിരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ കളർ കിട്ടണം. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പിങ്കിൻ്റെ ഒരു സ്പെഷ്യൽ കളർ കിട്ടണം. ഈ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് ഒരു കളർ കിട്ടണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് കോഡ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ എക്സ് കോഡ് ഉണ്ടാവും. ഈ എക്സ് കോഡ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ എക്സ് കോഡ് കോപ്പി ചെയ്യാം. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഇവിടെ കളർ ടെക്സ്റ്റ് കളർ മാറ്റണം. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം? ആ കളർ കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. കളർ കോഡ് ഇവിടെ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്യുമ്പോൾ കണ്ടോ ടെക്സ്റ്റിൻ്റെ കളർ എന്തായി? വെൽക്കം ടു HTML എന്നുള്ളതിൻ്റെ കളർ എന്തായി കാണുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ അത് നമ്മൾ നല്ലൊരു കളറ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ കളർ മാറ്റിയിട്ട് വിസിബിൾ അല്ലാത്ത കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറെ കളർ സെലക്ട് ചെയ്യാം. കുറച്ചുകൂടി ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം. സോ ഈ കളർ സെലക്ട് ചെയ്തു, ഈ കളർ കോഡ് എടുത്തു, ഇത് കോപ്പി ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റിൻ്റെ കളർ അതായിട്ട് സെറ്റ് ചെയ്യാം. Ctrl V അടിച്ചു, 5 അടിച്ചു. കണ്ടോ, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള വെൽക്കം ടു HTML വന്നു അല്ലേ. ഓക്കെ, സോ വി ക്യാൻ സെറ്റ്. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ സെറ്റ് ചെയ്യാം കേട്ടോ. അത് സിമിലർ കളർ ആയതുകൊണ്ട് കാണുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്തിട്ട്, ഒരു റെഡ് കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആ റെഡ് കളറ് അതിവിടെ പ്ലേസ് ചെയ്യാം. Ctrl C അടിക്കുക, കോപ്പി അടിക്കുക, നമ്മളെ കോഡിനകത്ത് കൊണ്ടുപോയിട്ട് ആ കളർ പ്ലേസ് ചെയ്യാം. Ctrl V എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാവും? സോ വെൽക്കം ടു HTML എന്നുള്ളത് റെഡ് കളറിലായി. ഓക്കെ, സോ വി ഹാവ് ഡൺ വിത്ത് ഓൾ ദ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിനകത്ത് കുറേ ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, എ ലിങ്ക്, വി ലിങ്ക്, ലിങ്ക്, ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ തുടങ്ങിയ എല്ലാ ടാഗും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലൂടെ പെട്ടെന്ന് കടന്നു പോകാം. HTML സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിൻ്റെ ഫുൾ ഫോം മാർക്കപ്പ് ലാംഗ്വേജ് HTML. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കണ്ടെയ്നർ ടാഗ്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. രണ്ട് ടാഗുള്ള ക്ലോസിംഗ് ടാഗുള്ള ടാഗുകളെയാണ്. ഇപ്പോൾ HTML ഹെഡ്, ടൈറ്റിൽ ഇതിനൊക്കെ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ ടൈപ്പ് ഓഫ് ടാഗ് ദാറ്റ് റിക്വയർസ് ഓൺലി സ്റ്റാർട്ടിംഗ് ടാഗ് ബട്ട് നോട്ട് എൻഡിങ് ടാഗ്. സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രമല്ല എൻഡിങ് ടാഗ് ഇല്ലാത്ത ടാഗിനെ എന്താ വിളിക്കുക? എം ടി ടാഗ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുന്നു? എം ടി ടാഗ് എന്ന് വിളിക്കുന്നു. എം ടി ടാഗ് ശരിയല്ലേ? സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രമല്ല. താഴെ പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണെന്ന് പറയാം. ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ്. ഇത് ഫാൾസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആണ് രണ്ട് കേസുള്ളത്, അപ്പർ കേസ് ലോവർ കേസ്. അതായത് ടാഗുകൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് HTML സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതോ HTML നമുക്ക് ഏത് രീതിയിലും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചും എഴുതാൻ പറ്റുമോ? പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് HTML ടാഗുകൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, സ്മോൾ ലെറ്റർ എഴുതാം, അപ്പർ കേസിൽ എഴുതാം, ലോവർ കേസിൽ എഴുതാം. അതുകൊണ്ട് ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ HTML ടാഗുകൾ കേസ് സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. കേസ് സെൻസിറ്റീവ് അല്ല, ഏത് കേസിലും എഴുതാം. അപ്പർ കേസിൽ എഴുതാം, ലോവർ കേസിൽ എഴുതാം. ബി പറയുന്നത് BG കളർ ഈസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ. ശരിയാണ് അല്ലേ? പിന്നെ ടൈറ്റിൽ ഈസ് ആൻ എം ടി ടാഗ്. ടൈറ്റിൽ എം ടി ടാഗാണ്. ടൈറ്റിലിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. ടൈറ്റിലിന് രണ്ടും ഉണ്ട്, ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ദെൻ DIR ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡ് ടാഗ്. DIR എന്നുള്ളത് ഡയറക്ഷൻ എന്നുള്ളത് ഹെഡ് ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണോ? അല്ല. ഏതിൻ്റെ ആട്രിബ്യൂട്ടാണ്? HTMLൻ്റെ ആട്രിബ്യൂട്ടാണ് അല്ലേ? ദെൻ അഞ്ചാമത്തെ ചോദ്യം, നെയിം ദ ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML രണ്ട് ആട്രിബ്യൂട്ട്സ് ഉള്ളത്, ഒന്ന് ഡയറക്ഷൻ, മറ്റൊന്ന് ലാംഗ്വേജ് പറയാം, ഡയറക്ഷൻ പറയാം. ഡയറക്ഷൻ എന്താവാം? LTR ആവാം, അതുപോലെ RTL ആവാം. ലാംഗ്വേജ് നമുക്ക് ഇഷ്ടമുള്ള ഹിന്ദി ആണെങ്കിൽ HI കൊടുക്കാം, അറബി ആണെങ്കിൽ AR കൊടുക്കാം, റഷ്യൻ ആണെങ്കിൽ RU കൊടുക്കാം, അങ്ങനെ ഏതും കൊടുക്കാം. നൗ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ടാഗ്? ഒരു ടാഗിനകത്ത് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ടാഗിനകത്ത് അഡീഷണൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ആൻസർ, ടു പ്രൊവൈഡ് അഡീഷണൽ എന്താ പറയുക, അഡീഷണൽ പ്രോപ്പർട്ടീസ് ടു എ ടാഗ്. ഒരു ടാഗിന് അഡീഷണൽ പ്രോപ്പർട്ടി കൊടുക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ബോഡി BG കളർ ഈസ് ഈക്വൽ ടു റെഡ്. അങ്ങനെ ഇപ്പോൾ BG കളർ ആട്രിബ്യൂട്ടാണ്, അതിൻ്റെ വാല്യൂ റെഡാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡൺ. നൗ സെവൻത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ വ്യത്യസ്തമായ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാം. മറ്റൊന്ന് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ. ടെക്സ്റ്റ് കളർ കൊടുക്കാൻ. ലിങ്ക് അല്ലേ? ലിങ്ക് അതുപോലെ ലിങ്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചു, അപ്പോൾ പഠിച്ചേ ഉള്ളൂ അല്ലേ? മറ്റൊന്നാണ് എന്ത്? ലെഫ്റ്റ് മാർജിൻ അതുപോലെ ടോപ്പ് മാർജിൻ. ഓക്കെ ആണല്ലോ? സോ വി ഹാവ് ഡൺ വിത്ത് ദിസ് സെഷൻ ഹിയർ. ഇത് ഇനിയും നമുക്ക് കൂടുതൽ കുറേ ടാഗുകൾ പഠിക്കാണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കാണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.